ചെയ്യായിരിക്കും ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാലും ചിലപ്പോൾ ചെയ്യാതിരിക്കും. കാരണം ഇതെല്ലാം കേട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയ തന്നെ ചെയ്യും. നീ രണ്ടാണോ എന്റെ മുന്നിൽ വന്നോണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രേണു സുധിയുടെ ഒരു പുതിയ ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂസ് ആയിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് റെസ്പെക്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് രേണു സുധിയുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാലം മറ്റുള്ളവരെല്ലാവരും വളരെ മോശമായ രീതിയിൽ തന്നെ ചൂഷണം ചെയ്യും, വൾഗറായിട്ട് കാണിക്കുകയും ചെയ്തിരുന്ന ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അവര് അത്ര മാന്യമായ രീതിയിലാണ് അവർ മറുപടി പറയുന്നത്. അവരുടെ നേരെ വരുന്ന മോശമായ ക്വസ്റ്റ്യൻസ് വരെ അവർ വളരെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വെറൈറ്റി മീഡിയയില് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ്. നമുക്ക് ആ ഒരു ഇന്റർവ്യൂയിലെ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് നീ എന്നെ ആദ്യം നേരിട്ട് വന്ന് കണ്ടിട്ട് നീ ബോഡി ഷേമിങ് നടത്തും. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. രേണുസുന കാണിച്ചു തരാം. തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇപ്പോൾ രേണു സുധി ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തത്. മല്ലു റാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. വളരെ മോശം രീതിയിൽ തന്നെയാണ് രേണു സുധീനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് സത്യത്തിൽ പണ്ട് ചെയ്തിരുന്ന ഒരു കണ്ടന്റുകളും കാര്യങ്ങളും അവർക്ക് അധികം ഏൽക്കാതെ വന്നതുകൊണ്ടായിരിക്കാം ലേഡീസിനെ വെച്ചിട്ട് കുറച്ച് വൾഗറായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ വളരെയധികം റീച്ച് ആയത്. രേണു സുധീനെ കിട്ടിയപ്പോൾ തൊട്ട് അവർക്ക് ഭാഗ്യം വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ വളരെ അശ്ലീലമായിട്ട് അല്ലെങ്കിൽ വൾഗറായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് രേണു സുധി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എത്തിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ രേണു സുധി അഭിനയിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ രേണു സുധിയെ ബന്ധപ്പെട്ടതുമായിട്ടുള്ള വീഡിയോസിനെ എടുത്ത് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേറൊരു തലത്തിലേക്കാണ് അവർ ആ ഒരു വീഡിയോസ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരു സാമാന്യ മര്യാദ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് തീണ്ടിയില്ലാത്ത രണ്ട് പേര് തന്നെയാണ് മല്ലു റാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്ളോഗേഴ്സ് ഒരു റീൽസ് ചെയ്തിട്ടുള്ളത്. പലരും കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ മുന്നിലേക്ക് ഒരു ഹാസ്യം എന്നുള്ള രീതിയിലാണ് അത് എത്തിയിട്ടുണ്ടാവുക. എന്നാൽ പോലും ഒരാളെ വളരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള ഹാസ്യം അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് പാവ ആ ഒരു സ്ത്രീ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഈ പറയുന്ന രേണു സുധി ജീവിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനാണിത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയെയാണ് അവരുടെ തൊഴിലിനെയാണ് ഇവർ ചൂഷണം ചെയ്തിട്ടുള്ളത്. ഇവരെ വെച്ചരി മേടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാര് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. വളരെ മോശം പരിപാടി തന്നെയാണെന്ന് തന്നെ പറയാം. കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി ഉള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവർ ഈ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന രേണു സുധിയുടെ മെന്റാലിറ്റി എന്തായിരിക്കും എന്ന് ഇവർ ചിന്തിക്കുന്നില്ല ഒരിക്കലും. മറ്റുള്ളവരുടെ ഒരു വ്യൂ പോയിന്റിൽ വെച്ചിട്ട് ഇവർ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവര് ജീവിച്ചു പൊക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയാണ് ഇതിനെതിരെ എന്തായാലും സൈബർ അറ്റാക്കിനോ അല്ലെങ്കിൽ അതേപോലെയുള്ള കേസുകൾ കൊടുത്ത് ഇവർക്ക് നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തിരുന്നേനെ. അത് അവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്കറിയാം. കാരണം അതിൽ ഫുള്ളായിട്ട് രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെന്തെങ്കിലും ചെയ്ത് പൊക്കോട്ടെ, അല്ലെങ്കിൽ അവരെ എന്തിനിങ്ങനെ ചെയ്യണം, ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവരെത്രത്തോളം സ്ട്രഗിളിലൂടെയാണ് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, 2 കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ആ ഒരു ഇതില് ഈ ഒരു മരണത്തിൽ നിന്നും അവർ അതിജീവിച്ച് വരികയാണ്. അവരെയാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. വളരെ മോശം തന്നെ. അരി മേടിക്കാൻ വേറെ വഴിയൊന്നുമില്ല, വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ല ഉശിരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ?
നിങ്ങൾക്ക് നല്ല കണ്ടും തടിയൊക്കെ ഇല്ലേ, വല്ല പണിക്കും പോയിക്കൂടെ? എന്തിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയാണ് ഇങ്ങനെ കളിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല. ഉണ്ടാക്കുമോ എന്നല്ല, അത് ഉണ്ടാക്കും. കാരണം അത്രത്തോളം വൾഗറാണ്. മറ്റുള്ളവർക്ക് വരെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന വീഡിയോസ് ആണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള രേണുസുതി എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം അത് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇവർ ചിന്തിക്കുന്നില്ല. എന്തായാലും ഇന്റർവ്യൂവിൽ അവരെ പറ്റി എന്താണ് രേണുസുതിക്ക് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ഇങ്ങനൊക്കെ വെച്ച് നീ എന്നെ ആദ്യം നേരിട്ട് വന്ന് കണ്ടിട്ട് നീ ബോഡി ഷേമിങ് നടത്തും. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. രേണുസുന രേണുസുനല്ലേ, രേണസുന കാണിച്ചു തരാം. വന്നോണ്ടല്ലോ കാണിച്ചു തരാം ഞാൻ. എന്റെ പൊന്നെ, എടാ നീക്ക് എന്റെ മുന്നിലൊന്ന് വന്ന് നിന്ന് കാണിക്കുക. എന്നെ കൂടെ തന്നെ ജീവിക്കുക. ഈ വീഡിയോ അല്ല, ഇപ്പൊ ഞാൻ സെയിം ഡ്രസ്സൊക്കെയാ മേടിച്ചിടുന്നത്. സെയിം ഡ്രസ്. രണസുന. രണസുന, ഞാൻ അത് പേര് കണ്ടപ്പോഴാ നോക്കിയത്. നൈസായിരുന്നു. ചിരിച്ചു കരയും ഭയങ്കര വിറ്റായിട്ടുണ്ട് കേട്ടോ അത്. അവര് ശരിക്കും ഇനിയിപ്പോ എവിടെന്നെങ്കിലും വഴിയിലൊക്കെ വെച്ച് കാണുകയെന്ന് വിചാരിക്കുക നിങ്ങള്. മറ്റവരുടെ മുഖം നമുക്ക് അറിയില്ല, പക്ഷെ ഇവരെ ഫേസ് അറിയാം. ഫസ്റ്റ് എന്താ ചെയ്യാ, കല്ലെടുത്തെറിയോ? അന്നത്തെ മൂഡ് പോലെ ഇരിക്കും. എന്റെ മറുക് വരെ അവൻ ഇങ്ങനെ വരച്ചു വെച്ചേക്കുവാ. ഇത്രയൊക്കെയല്ലേ ഉണക്കമുന്തിരിയാന്ന് പറഞ്ഞു. എന്തായാലും ഇവർ ഈ ഒരു ട്രോളുകളെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നും അല്ലെ. എങ്കിലും കുറച്ച് എവിടെയൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവര് ആ ഒരു ട്രോളുകളെ ആസ്വദിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. എങ്കിലും എവിടെയൊക്കെ അവർക്കൊരു വിഷമം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ചെറുപ്പക്കാരുടെ മാത്രം വീഡിയോ എന്ന് തന്നെ പറയണം. ട്രോളുകളെ എന്തായാലും ആ ഒരു രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന മല്ലു റാപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഈ രണ്ട് പേര് ചെയ്യുന്ന വീഡിയോസ് വളരെ വൾഗർ തന്നെയാണ്. അത് അവര് തന്നെ പറയുന്നുണ്ട്. കൺമുന്നിലെങ്ങാനും പെട്ടാലുണ്ടല്ലോ ഞാൻ തുപ്പും എന്നുള്ള രീതിയിൽ. എന്തായാലും നമുക്ക് ബാക്കി കേട്ട് വെക്കാം. എനിക്ക് സൂര്യലക്ഷ്മി തന്നാണ്. സൂര്യലക്ഷ്മി തന്ന സ്പ്രേണത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആദ്യ വാർത്തമാണ് ആൾക്കാരൊക്കെ ഓടിക്കും. സത്യത്തിൽ അവർ ട്രോളുകളെ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഈ ഒരു മല്ലു റാപ്പർ എന്ന് പറയുന്ന ആ രണ്ട് പേര് ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ കലി വരുന്ന രീതിയിലാണ് രേണുസുതി പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, നമുക്ക് തന്നെ അത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലെ. ഒരു ഹാസ്യം അതിലുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് വൾഗറായിട്ട് ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ രണ്ടുപേരും ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്ത് മോശമാണ്. വല്ല പണിക്കും പോയിക്കൂടെ? എന്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്? ഒരാളുടെ ലൈഫിനെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള വൾഗാരിറ്റികൾ കാണിക്കുന്നത്. ഒരാളെ ഇത്രത്തോളം അധിക്ഷേപിക്കുക, അയാൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ടല്ലേ ഇവനൊക്കെ ഇങ്ങനെ കയറി പണി കൊടുക്കുന്നത്. അവരൊക്കെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നാൽ എന്തായിരിക്കും അല്ലെ? എങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മര്യാദയ്ക്ക്, അല്ലെങ്കിൽ നോർമലായിട്ട് വീഡിയോ ചെയ്യുന്ന ട്രോള് ചെയ്യുന്നവരെ വരെ ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ട് ചെക്കന്മാർ എന്ത് വൃത്തികേടാ കാണിച്ചു കൂട്ടുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ അവരത് കണ്ടിരിക്കും അല്ലെ? അവരുടെ വീട്ടിലുണ്ട് രണ്ട് മക്കൾ. ആ ഒരു പ്രായമുള്ള മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വേറെ വീട്ടിലും ഉണ്ടാവൂലേ? എന്ത് തോന്നിവാസം കാണിക്കാമെന്നുള്ള ഒരു ലൈസൻസ് ആയി എടുത്തിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു മല്ലു റാപ്പർ എന്ന് പറയുന്നത്. ഇവന്റെയൊക്കെ പേര് തന്നെ മാറ്റണം. മല്ലു റാപ്പർ എന്നല്ല പറയേണ്ടത്, അതിനൊക്കെ വേറെ പേരുകൾ പറയണം. അത്ര മോശം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവരുടെ ഒരു മര്യാദ വെച്ച് മാത്രമാണ് അവരതിനെ ആ ഒരു രീതിയിൽ ഒരു ഹാസ്യം എന്നല്ല അല്ലെ ഒരു ചിരിച്ച് അതിനെ തള്ളി വിട്ടത്. വേറെ ആരെങ്കിലും ആയിരുന്നു നല്ല രീതിയിലുള്ള പണി ഇവന്മാർക്ക് വീട്ടിൽ വന്ന് അവനെ പണി കിട്ടിയേനെ. ഒരു മാനസിക പരിഗണന അനുസരിച്ചെങ്കിലും നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യൂ. ഇത്രയും വൾഗാരിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഇത്ര വൾഗർ ആക്കാത്ത രീതിയിൽ, അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഹാസ്യങ്ങൾ ചെയ്യൂ. ഒരു പ്രശ്നവുമില്ല. അവർക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി തന്നെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്തിനിങ്ങനെ ഒരാളെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ചെക്കന്മാരുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.